നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും അഭിനന്ദനം. ബഹുമാനി, മലബാറിൽ 13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവൻ ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ പ്രബന്ധം അവതരിപ്പിച്ച് 10 ലക്ഷം രൂപ എന്തോ പാരിതോഷികം നേടിയിരിക്കുകയാണ്. എക്സ്ട്രാ ഓർഡിനറി ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചു കാണും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അങ്ങനെ പഠിക്കുന്ന കാലത്തൊക്കെ കുട്ടി സ്കൂളിൽ പോകില്ല, പഠിക്കാൻ ശ്രമിക്കില്ല, ആകെ ഒരു അലസരം ആയിരുന്നു. ഇന്ന് കാരണന്മാർ സംശയിച്ചു, മനഃശാസ്ത്ര വിദഗ്ധനെ കാണിച്ചു. പക്ഷെ അവൻ്റെ രീതി മറ്റൊന്നായിരുന്നു. ഇപ്പം എൻ്റെ മകൻ, സ്വന്തം പറയാൻ പാടില്ല എന്നുള്ളതാണ്, മുഹമ്മദ് ഷാ, ഇളയ മകനെ, അവന് അമൃത സ്കൂളിലാണ് ആദ്യം ചേർത്തത്. അന്ന് ഞങ്ങൾ കലൂർ കലൂർ അടുത്താണ് അമൃത. അത് കഴിഞ്ഞാൽ പിന്നെ എടപ്പള്ളി മാറി. അവിടെ ചെന്നപ്പോഴുണ്ട് ഒരു ആഴ്ച ആയപ്പോൾ ടീച്ചർ പറഞ്ഞ് കുട്ടിയെ കൊണ്ടേക്ക് ഇവിടെ നിർത്തണ്ട, അവൻ ആരോടും മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാനും ഭയപ്പെട്ടുപോയെങ്കിലും നമ്മളത് പുറകോട്ട് പോയില്ല. പക്ഷെ ആ കുട്ടിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവനിപ്പോൾ MSc കഴിഞ്ഞിട്ട് ഇപ്പോൾ JRS അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ PG അറ്റൻഡ് ചെയ്യുന്നു. എല്ലാത്തിലും നമ്പർ 1, ടോപ്പ് മോസ്റ്റ് ആയിരുന്നു എല്ലാ സ്കൂളും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ 10ഓളം സ്കൂളുകളിൽ കോളേജിലേക്ക് PTAയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ചില എക്സ്ട്രാ ഓർഡിനറി ജന്മങ്ങൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. മറ്റൊന്ന്, ഇപ്പം ഈ തലമറക്കുന്നതിനെ കുറിച്ച് ചർച്ചയാണല്ലോ. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ പല എന്തെങ്കിലും വിഷയം എടുത്തിട്ടുണ്ട്. കാതലായ വശങ്ങൾ ഒരുപടിയുണ്ട്. ഇപ്പം ശബരിമല ആണ് മെയിൻ ചർച്ച, തട്ടത്തിൽ മറയത്ത്, അതാണ് മെയിൻ ചർച്ച. ഇവിടെ പെടുമരണം എന്ന് പറഞ്ഞ് ഇന്ന് ഒരു ഡോക്ടർ, 37 വയസ്സുള്ള ഡോക്ടർ നിൽക്കാതെ മരിച്ചു വീണു. ഇന്നലെ ഒറ്റപ്പാലത്ത് ഒരു 30 വയസ്സുള്ള അധ്യാപിക, ഇന്നൊരു ഏലൂർ അല്ലെങ്കിൽ കളമശ്ശേരി ഭാഗത്തൊരു അധ്യാപിക. അങ്ങനെ നിരന്തരം ആൾക്കാർ വീണ് മരിക്കുകയാണ്, ഒരു ചികിത്സയില്ലാതെ. ഞങ്ങളതിൻ്റെ ഒരു പരിപാടി പറഞ്ഞ് ഈ വർദ്ധിത പെടുമരണം അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ അതേക്കുറിച്ച് സർക്കാർ പഠനം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്തയില്ല. ഇവിടെ ചിന്തയെല്ലാം ശബരിമല. ഒരു ശബരിമലയിൽ സ്വർണ്ണ പൂശിയാലെന്ത്, ചെമ്പ് പൂശിയാലെന്ത്, അത് ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണോ? അത് വിശ്വാസികളായിട്ട് ബന്ധപ്പെട്ടു പോട്ടെ. ഇപ്പം മെയിൻ ചർച്ച അതാണ്. മറ്റൊരു തലയിൽ മറക്കണം. ഈ തലയിൽ മറക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന്, അതിലും ഇസ്ലാം മതമാണ് ഒരു വശത്ത് വരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ മതമാണ് ഇസ്ലാം. എന്നാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചാൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ആവശ്യമില്ല. ഇത് അമിതമായ തെറ്റിദ്ധാരണ. ഞങ്ങൾക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയമില്ല, ഞങ്ങൾ പൊളിറ്റിക്കൽ വ്യൂ ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കഷ്ടം ഇരുമ്പും ഒരു തലമുടി കൂടി നിങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചിടാം, ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ആ ഇരുമ്പ് ഇട്ട സ്ഥലത്ത് നമുക്കറിയില്ല, അത് മണ്ണിലേക്ക് ലയിച്ചു പോകും. പക്ഷെ മൂടിയ സമയത്ത് ഒരു അനക്കവും ഇല്ലെന്ന് മാത്രമല്ല, 1000 വർഷം മണ്ണിൽ കിടന്നാലും ഭൂമിക്ക് മുടിക്ക് ഒന്നും പറ്റില്ല. അതുകൊണ്ട് മുടി നമ്മുടെ ഭക്ഷണത്തിൽ വരാതിരിക്കേണ്ടത് അനിവാര്യമാണ്. അത് പണ്ട് കാലത്ത് ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ അവിടുത്തെ കുക്ക് അല്ലെങ്കിൽ ഷെഫൊക്കെ ഉള്ളൂ, ഒരടി പൊക്കമുള്ള വലിയ വൈറ്റ് ക്യാപ്പ് ധരിച്ചാണ്. ഡ്രസ്സ് തന്നെ വൈറ്റാണ്. വൈറ്റിൽ ഗുണം വെച്ചാൽ പെട്ടെന്ന് മുഷിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് ഇപ്പോൾ വിൽക്കാർ ഹോട്ടലൊക്കെ തലയിൽ ചെറിയൊരു മറ, ആണുങ്ങളാണെങ്കിലും ചെറിയ മറ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടിട്ട്. കാരണം ആ രോമം വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ അത് അപകടമാണ്, ഒരിക്കലും ദഹിച്ചു പോകുന്നില്ല, മാനവകുലം തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വളരെ ചിന്താശക്തിയുള്ള, ശാസ്ത്രീയമായി തെളിയിച്ച ഇസ്ലാമിക വീക്ഷണത്തിൽ പറഞ്ഞത് നിങ്ങൾ തല മറക്കണം. ആര് പറഞ്ഞു? അന്ന് പുരുഷൻ്റെ കാര്യം പറഞ്ഞില്ല, സ്ത്രീകളുടെ കാര്യമാണ്. കാരണം അവർക്കാണ് നീണ്ട മുടി ഉണ്ടാകുന്നത്. ആണുങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ അത് വെട്ടിക്കളയണ്ടല്ലോ. നീണ്ട മുടിയുള്ളത് മാത്രമല്ല, അടുക്കളയിൽ അധികം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്, അറിയാമല്ലോ. അത് ആദവൻ്റെ കാലം തന്നെയാണ്. ഇപ്പം പ്രവാചകൻ്റെ കാലത്തോട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ അടുക്കളയിൽ പണിയെടുക്കുകയോ തല മറക്കണോ എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒരു ആചാരമാവില്ലല്ലോ. അതുകൊണ്ട് ആചാരമാകുമ്പോൾ മൊത്തത്തിൽ പറയേണ്ട കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്ത് മുസ്ലിം സ്ത്രീകൾ തല മറക്കണം, പൂർണ്ണമായിട്ട് തല മറക്കണം. അതങ്ങനെ ശാസ്ത്രീയം ചിന്തിച്ചാൽ അല്ലെങ്കിൽ സത്യം കൊണ്ടാണ് വലിയ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ തല മറക്കുന്നത് എന്താണ്, ആർക്കാണ് ഇവിടെ അപകടം?
അതൊക്കെ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഓരോ വിങ്ങും ഓരോ രീതിയിൽ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഒരു രാഷ്ട്രീയമാണ്, അത് ചില മതപരമായിട്ട്. അങ്ങനെ ക്രിസ്ത്യൻ സഭയോടും മറ്റ് മിഷണറിമാരോടെല്ലാം പറയുന്നത്, നിങ്ങൾ അന്ധമായ മറ്റിതര മതസ്പർദ്ധ വളർത്തല്ലേ. നിങ്ങളാണ് ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തന കൂട്ടുകൾക്ക് മതപരിവർത്തനം നടത്തുന്നത്. ഒരു സംശയമുണ്ടോ? ഏറ്റവും കൂടുതൽ പിന്നെ ആരാധനാലയങ്ങളും സ്കൂളുകളും ആശുപത്രികളെല്ലാം മതപ്രചരണം നടത്തുന്ന ഒരേ ഒരു വിഭാഗം നിങ്ങൾ മാത്രമാണ്. മറ്റൊന്ന്, എടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആളെ കൂട്ടി വർദ്ധിപ്പിച്ചാൽ ഒരാൾ വന്നാൽ എത്ര വർഷം എത്ര രൂപ ചെലവുണ്ട്? അത് നിങ്ങൾ പ്രസവം നടത്തുന്നേ, നിങ്ങൾ മിനിമം ഒരു ആൾക്ക് 2 കുട്ടികൾ വയ്ക്കേ. നിങ്ങൾക്കുണ്ടോ? ഒരു കുട്ടി പോലും ഇപ്പോൾ ഇല്ല. നിങ്ങൾ താഴെ പോയി. ഇനി ഒരിക്കൽ നിങ്ങൾക്ക് രംഗത്ത് ഒപ്പം വരാൻ പറ്റില്ല. എന്തുകൊണ്ടറിയോ? ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം ഒന്ന് വളരുമ്പോൾ അമേരിക്ക 500 വർഷത്തെ പാരമ്പര്യമുണ്ട്, അവർ 500 വളരും. നമ്മൾ 500 ആകുമ്പോൾ ഒരു 5000 ആവും. അപ്പോൾ ഒരിക്കലും ഒപ്പം എത്താൻ പറ്റില്ല. അതുപോലെ ക്രിസ്ത്യൻ സമുദായമേ സങ്കടം കൊണ്ടിരിക്കും പറയാൻ. അല്ല, എനിക്കൊന്നും അവർ ക്രിസ്ത്യൻ സമുദായം എണ്ണം കുറഞ്ഞാൽ ഈ ഒട്ടും സന്തോഷമുള്ള കാര്യമില്ല ഒരു സമുദായം. പക്ഷെ നിങ്ങൾക്ക് ഇനി ഒപ്പം എത്താൻ പറ്റില്ല. തന്നെയല്ല, പിന്നെ എന്താണ് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയാലേ വിദേശ രാജ്യങ്ങളിൽ ഡോളർ കണക്ക് കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ 2 വീട്ടിൽ 2 കുട്ടികളുണ്ടാക്കി ഒരാൾ 10 പൈസ തരില്ല. അതെല്ലാം ബിസിനസ്സാണത്. അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് ഉള്ള രീതി കഞ്ഞിയിൽ ചൊക്ക് വീഴ്ത്താതെ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതാണ് ഞാൻ പറയാനുള്ളത്. എന്തൊരു വിരോധാഭാസമാണ് ഈ തലമറുക്ക എന്നുള്ളത്. എത്രയോ വർഷം മുമ്പുള്ള കാര്യമാണ്, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പിന്നെ ഒരാൾ പറഞ്ഞ് യൂണിഫോം സമുദായത്തിൻ്റെ ജാതി അറിയാതിരിക്കുമാണ്. എടോ മരമണ്ടന്മാർ, അതല്ല ഞാൻ 10ഓളം സ്കൂളുകളിലെ PTA പ്രസിഡന്റ്. യൂണിഫോം വെച്ച് പാവപ്പെട്ടവരും പണക്കാരനും ഒക്കെ പഠിക്കുന്നതാവും. അപ്പോൾ പണക്കാരന് കുട്ടി വലിയ പളവളിപ്പുള്ള ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പാവപ്പെട്ടിക്ക് എത്താൻ പറ്റില്ല. അത് കാണുമ്പോൾ ആ കുട്ടി മാനസികമായിട്ടല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷബോധമൊക്കെ ഉണ്ടായാൽ അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തന്നെ നയിച്ചു. അതുകൊണ്ടാണ് ബുദ്ധിരാക്ഷസന്മാർ. അതിനും ക്രിസ്ത്യ സമരം മാതൃകയെന്ന് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. 1815 പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ യൂണിഫോം അതാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങൾ തുറന്നു വിട്ടാൽ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറക്കുന്നില്ല, സ്ത്രീകൾ കൂടുതൽ പുറത്തു പോകുന്നില്ല. അത് തന്നെയല്ല, സ്ത്രീകളുടെ ശബ്ദം പോലും വികാരം ഉണ്ടാക്കുന്നതാണ് അന്യ പുരുഷരൊക്കെ. അതാണ് സ്ത്രീകൾ അധികം പുറത്തിറങ്ങിയുള്ള പരിപാടി വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷൻ എടുക്കുമോ? ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു പുരോഹിതൻ പറഞ്ഞു സംഗീതം ശരിയല്ല. അത് ശരിയായി നിൽക്കാം, ഞാനത് എതിർക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ രീതിയിൽ കുറച്ചൊരു പ്രാക്ടിക്കൽ ചിന്തിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മുസ്ലിം സമുദായത്തെ കാര്യം ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ആവശ്യത്തിലധികം കാര്യമില്ലാതെ ഈ സമുദായത്തെ കൊച്ചാക്കാണ്. എത്രയോ വർഷമായി നടക്കുന്നതാണ് പിന്നെ തലമറിച്ച് മുന്നോട്ട് പോകുന്നത്. അതൊന്നും അല്ല നമ്മുടെ അടിസ്ഥാന കാരണം. അടിസ്ഥാന വിഷയം എന്നുള്ളത് ആദ്യം ജീവിക്കാൻ പിന്നെ അവസരം ഉണ്ടാക്കുക, വിശപ്പിന് മാറാൻ വഴി ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ മുസ്ലിം സ്ത്രീകളെ പുറത്തു വിടുന്നില്ല, മറ്റു സ്ത്രീകളെ പുറത്തു വിടുന്നുണ്ട്. വലിയ പരിഷ്കാരികളാണ്, വലിയ മുന്നോക്ക എന്താണ് ദീർഘവീക്ഷണമുള്ളവരാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ഇതുണ്ട്. മുസ്ലിം സമുദായം മോശവും മറ്റു സമുദായങ്ങൾ നല്ലതും ഞാൻ അംഗീകരിക്കുക കാര്യം. പക്ഷെ നിങ്ങൾ അധികം പരിഷ്കാരം വന്ന് ഇന്ത്യയിലല്ല, പാശ്ചാത്യ രാജ്യത്താണ്. പാശ്ചാത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് മുഖവും, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണമെന്നുള്ള. അതിപ്പോൾ കൃത്യമായിട്ട് അതിപ്പോൾ പോകുന്നവരോ യൂറോപ്യൻസാണ്. എങ്ങനെ? ആണുങ്ങൾ ടൈ എല്ലാം കെട്ടി എല്ലാ ഷൂസും ഒക്കെ ഇട്ട് വരുമ്പോൾ പിന്നെ അവർ ആകെ കാണുന്നത് മുഖത്തിൻ്റെ കവളുടെ ഭാഗവും മുൻകൈയും മാത്രമാണ്. അതാണ് മുസ്ലിങ്ങളോട് പറഞ്ഞത്. മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെ പറയുന്നില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ അനുഷ്ഠിക്കുന്നത് ഇന്നിപ്പോൾ യൂറോപ്യൻസിലെ പുരുഷന്മാരാണ്. ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് എന്ത് പറ്ററിയോ? മനസ്സിലാകുന്നുണ്ടോ? കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ ആരെന്ന് അറിയുന്നത് പണ്ട് അവർ രജിസ്റ്റർ നോക്കിയാണ്. അമേരിക്കയിലൊക്കെ കുട്ടിയുടെ അച്ഛൻ ആരെന്നറിയെങ്കിൽ ആ ഡേറ്റ് നോക്കിയിട്ട് ആ ദിവസം ഏതാളുടെ കൂടെ നിങ്ങൾ ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഹോട്ടലിൽ പോയി നോക്കിയ ആൾ അച്ഛൻ. ഇന്ന് മാറി DNA നോക്കാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുട്ടികൾ വെച്ചാൽ DNA നോക്കിയാണ് അച്ഛൻ തീരുമാനിക്കുന്നത്. ആ ഒരു പരിഷ്കാരം വേണം സുഹൃത്തുക്കളെ. ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക. അന്ധമായ മുസ്ലിം വിരോധവും ഈ മുസ്ലിമിൽ ഒരു വിഭാഗം കുറച്ചൊക്കെ പിന്നെ
അത്ര പരിഷ്കൃതമല്ല എന്നൊക്കെ സമ്മതിക്കാൻ വേണമെങ്കിൽ ഭാഗ്യവാദത്തിൽ. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് ബാക്കിയെല്ലാം വലിയ ദീർഘവീക്ഷ ബുദ്ധിരാക്ഷസന്മാരാ. അപ്പോൾ ആ അല്പമുള്ള വരാതി കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരിഷ്കാരം വേണോ? യൂറോപ്യൻ പരിഷ്കാരം, അമേരിക്കൻ പരിഷ്കാരം വേണോ ഇന്ത്യയിലും? ഇന്ത്യയിൽ വന്ന് ഇനി എന്താ വരാനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഏത് സ്ത്രീക്ക് ഏത് പുരുഷനായിട്ട് ഇവിടെ പോയി പണിയാം, ഒരു കുഴപ്പമില്ല, തിരിച്ചൽക്കാട്ടായ മതി എന്ന് പറഞ്ഞു. പരസ്പര സമ്മതം വേണം. ഇപ്പം എന്തു പറ്റി? 7ാമത്തെ 8ാമത്തെ 9ാമത്തെ വയസ്സിലേക്ക് കുഞ്ഞുങ്ങൾ പോയി പ്രസവിക്കുകയാണ് ഹോസ്പിറ്റലിൽ. ആദ്യം വയറുവേദനയാലും കൊണ്ട് നോക്കുമ്പോൾ പ്രസവം 7, 8, 9, 10 വയസ്സ്. ആരാണ് ഉണ്ടാക്കിയെന്ന് തന്നെ. പണ്ടൊരാൾ പറഞ്ഞ എന്താണെന്നറിയോ? നമ്മൾ മാവ് വെച്ച് ആദ്യം ഉണ്ടാകുന്ന മാങ്ങ നമ്മളല്ലേ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച മക്കളെ ആദ്യം നമ്മൾ തന്നെ ഉപയോഗിക്കുക വെച്ചാൽ എവിടെ എത്തി? അങ്ങനെ എത്തിയില്ല. ഇപ്പോൾ നിങ്ങൾ പോകേണ്ടത് പരിഷ്കാരം കൊണ്ടിട്ട്. എന്നിട്ട് ആവശ്യമില്ലാതെ കുറ്റം മുഴുവൻ മുസ്ലിം സമുദായത്തെ, മുസ്ലിം സംസ്കാരത്തെയാണ്. പടുവിഡ്ഢികളെ, നിങ്ങൾക്ക് അന്ധമായി എതിർപ്പുണ്ടാകും, അന്ധമായി വിയോജിപ്പുണ്ടാകും. പക്ഷെ ആവശ്യമായ തെറ്റായ രീതിയിൽ നിങ്ങൾ ഇത് വ്യാഖ്യാനിച്ച് ഈ സമൂഹത്തെ നശിപ്പിച്ചുകളയരുത്. ഇന്ന് സമൂഹം നശിച്ചു. ഈ പെടുമരണത്തിന് കാരണം എന്താണ്? ആരും ചിന്തിക്കണ്ടോ? ഒന്നാമത്തിൽ അശാസ്ത്രീയമായ ലൈംഗികത. ഇപ്പൊ സ്വയംഭോഗത്തെക്കുറിച്ച് പറയുമ്പോൾ 5, 10 പ്രാവശ്യം ഓരോ പ്രാവശ്യവും എഴുന്നേറ്റ് നമ്മൾ ഇത് കണ്ടുകൊണ്ട് സ്വയം ചെയ്ത കുട്ടികളൊക്കെ ഇതൊക്കെ എന്തും അധികമായി അബദ്ധ വിഷമാണ്. ഇതൊക്കെ ചെയ്യാം. പക്ഷെ അധികമായി അബദ്ധ വിഷമം ഇതെല്ലാം ആവശ്യം. ഇന്ന് ഉറക്കമുണ്ടോ? ഭക്ഷണമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന കാശൊക്കെ എടുത്ത് ഇതുപോലെ വാങ്ങിക്കും. അങ്ങനെ ആരോഗ്യമില്ലാതെ രോഗികളായിട്ട് ചെറിയ കുട്ടികൾ ഇവരാണ്. ഉറക്കമില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ പോലും പറയാം 12, 1 മണിയായാലും ആൾക്കാർ കിടക്കും. ഞാൻ 10 മണിക്ക് പോയി കിടക്കും. അതുകല്ലേ പിള്ളേർ പറഞ്ഞാൽ അവർക്ക് അത് മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല. എന്തുമാത്രം 10 മണിക്ക് ശേഷം രാത്രി ഉറങ്ങുന്നവർക്കുള്ള ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഡോക്ടർമാർ എത്രത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ 1 മണി 2 മണിക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കാൻ വൈകും. അങ്ങനെ കിടന്ന് ഇതൊക്കെ ആരോഗ്യത്തിന് അപകടമാണ്. ഇത് ശരിക്കും ബോധവൽക്കരണം ചെയ്യണം. ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതി നിശ്ചയിച്ചിട്ട് കാരണകാര്യ സഹിതം എന്താണ് വൈ നോട്ട്, എന്താണ് കാരണം അറിയാനായിട്ട് അറിയണ്ടേ? അതിൻ്റെ കാരണം അറിയാൻ വേണ്ടി നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അത്രയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതൊപ്പം തന്നെ നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്കും ബീഹാർ രാഷ്ട്രീയത്തിലേക്കും ഒന്ന് ഓടിച്ചു പോകേണ്ടി വരുന്നു. എന്താ ഓടിച്ചു പോകണമെന്നറിയോ? ബീഹാർ രാഷ്ട്രീയം എന്താ മിനിയാന്ന് പറഞ്ഞു. ഇന്ന് ബിനു നായർ നട്ട ഒരാൾ, പുള്ളി കുറേ ആളായിട്ട് ഒരു ഈ ചാനലൊക്കെ ഉണ്ട്. പുള്ളി കുറേ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് മുമ്പ് ഞാൻ മിനിയാന്ന് പറഞ്ഞു, അദ്ദേഹം ഇന്നലെ പറഞ്ഞു. ഇന്നത്തെ ചാനലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വോട്ട് സ്ഥാനാർത്ഥി വിൽക്കാണ്. BJP വിൽക്കുന്നത് 10 കോടിക്കാന്ന് പറഞ്ഞു. കോൺഗ്രസ്സൊക്കെ 3 കോടിക്ക്, ലാലുവൊക്കെ 5 കോടിക്കാന്ന് പറഞ്ഞത്. കാരണം പ്രതീക്ഷ ആണെങ്കില്ല അങ്ങനെ വിൽക്കാണ്. അങ്ങനെ പണച്ചാക്കുകളാണ് ഇറങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ യാതൊരു ബോധ്യവുമില്ല, യാതൊരു പാരമ്പര്യമൊന്നുമില്ല. പണമായിട്ട് ചെന്നാൽ അങ്ങോട്ട് സീറ്റ് കൊടുക്കും. അതാണ് കോൺഗ്രസ് പോലും സീറ്റ് വിൽക്കുന്ന പരാതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഈ കോൺഗ്രസ് കുറ്റം പറയുന്നത് ഇനി കോൺഗ്രസ് വിരോധമായിട്ടാണോ, അല്ലെങ്കിൽ പക്ഷേ രാഹുൽജിയോട് വല്ല വിരോധമായിട്ടാണോ? രാഹുൽ എന്തിനാ എനിക്ക് വിരോധിക്കേണ്ട കാര്യം? അവരുടെ ഒപ്പം ഞങ്ങളാരും വരില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഒരിക്കലും ശത്രു ആവില്ല. അവർ വേറെ ലൈനാണ്. പക്ഷെ എന്താ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കും. എന്താ കാര്യം അറിയോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കും, വിരസതയുണ്ടാക്കും. ഈ ഉവൈസി കേസ് തന്നെ എടുക്ക്. ഉവൈസി കേസ് 5 സീറ്റ് ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം. 14 സീറ്റുകൾ മത്സരിച്ചോളൂ. ആകെ 5 പകുതിയോളം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ലാലുവിനോട് പറഞ്ഞത് 1 സീറ്റ് കൊള്ളി വെച്ചോളൂ. 6 സീറ്റ് കൊടുക്കില്ല. മുന്നിൽ ചേർക്കുക. നിങ്ങൾ ചേർത്താൽ ഹിന്ദുക്കൾ വോട്ട് പോകുന്നവരും ചേർത്തില്ല. അതേ സ്ഥാനത്ത് ഈ കോൺഗ്രസ്, ലാൽ പ്രസാദ് യാദവിൻ്റെ പാർട്ടി, കോൺഗ്രസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ വീണ്ടും ഞാൻ പറയാണ്, ജയപ്രകാശ് നാരായൺജി പറഞ്ഞ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. CP ജോൺസാണോട് കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ രാജേഷ് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിക്ടർ കേൾക്കാൻ വേണ്ടിയാണ്. അന്ന് ഞാൻ പേരെടുത്ത് പറഞ്ഞ അവരൊക്കെ നമ്മുടെ ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നത്. രാജേഷ് മിനിയാന്ന് കൂടി രാത്രി ശ്രദ്ധിച്ചുകൊണ്ട് അതേ പറഞ്ഞത്. അന്ന് ജയപ്രകാശ് നാരായൺജി എൻ്റെ ആളാണോ? ഞാൻ പുള്ളി നേരിട്ട് കണ്ടുപോലുമില്ല. ആ ജയപ്രകാശ് നാരായൺജി 2 കാര്യം പറഞ്ഞില്ലേ രാജേഷേ, CP ജോണേ? എന്താ പറഞ്ഞത്? കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ആകുമെന്നല്ല, സോറി നെറ്റ് വിഷയമാണ്. അപ്പോൾ ഈ ചാനലുണ്ട്. മറ്റൊന്ന്, ഞാൻ ഒരു സ്ഥാനം ഏൽക്കില്ല. അങ്ങനെ പറഞ്ഞ് ഇന്ത്യൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താഴെ ഇറക്കി ഭരണത്തിൽ പിടിച്ചില്ലേ?
എന്ത് ഇവിടെ ഈ ചിന്ത കോൺഗ്രസിനും ഈ ലാലു പ്രസാദ് യാദവിനും അത് മരമണ്ടന്മാർക്ക് മനസ്സിലാക്കാത്തത്? അവർ പറയണ്ടേ, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണ്ടേ? എന്താടോ ലാലു പ്രസാദ് പ്രഖ്യാപിക്കേണ്ടത്? എന്താടോ രാഹുൽ പ്രഖ്യാപിക്കേണ്ടത്? ഇന്ത്യ മുന്നണിയിൽ BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടിയും ഉണ്ടായിരിക്കും. BJP മുന്നണിയുള്ളവർ പോലും ഞങ്ങൾ വന്നാൽ ക്ഷണിക്കാൻ തയ്യാറാണ്, സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞ നെറികെട്ട നേതാക്കളെ, ഞാൻ ലാലുവിനെ കുറിച്ച് പറഞ്ഞു, നെറികെട്ട നേതാക്കൾ പറയാനുണ്ട്. അത്ര വികാരമുണ്ട്. ഇത്തവണ എങ്ങനെ വന്നാലും BJP പോയിട്ട് ലാലുവിൻ്റെ പാർട്ടിയിൽ ഇപ്പോൾ ഭരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അവിടെ കൊണ്ട് ഇയാൾ വട്ടുന്നു. എന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഇതിൽ BJP ഒഴിച്ചുള്ള എല്ലാവരും ഇതിലുണ്ട്. BJP മുന്നിലുള്ള ആൾക്കാർ ഞങ്ങൾ ക്ഷണിക്കും, അവർ വന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പിന്നെ ആരും ചേർക്കാൻ പാടില്ല. ഇതെന്താണ് ലാൽ പിന്നെ ഹൈദരാബാദുകാരൻ്റെ നൈസാമിൻ്റെ അല്ലെങ്കിൽ പുള്ളിയുടെ വോയിസ് പാർട്ടി ചേർത്താൽ ഹിന്ദുക്കൾ വോട്ടില്ലേ? ഈടോ തീവ്രവാദികളും വർഗീയവാദികളെ ഹിന്ദുക്കളുണ്ടെങ്കിൽ അവർ BJP മാത്രമേ ചെയ്യുള്ളൂ. മരമണ്ടന്മാരോട് പറയും, ലാലിനോട് പറയാം, ലാലുവിൻ്റെ പാർട്ടിയോട് പറഞ്ഞു. ലാലുവിൻ്റെ പാർട്ടി നേതാവ് പറയാണ് ഉവൈസി എന്തിനാണ് ബീഹാറിൽ മത്സരിക്കാൻ വരുന്നത്, ഞങ്ങൾ ആന്ധ്രയിൽ മത്സരിക്കാൻ വരുന്നുണ്ടോ ചോദിക്കുകയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഉവൈസി. ഞാൻ ഉവൈസി കൂടി വാദിക്കല്ല, പക്ഷെ കാര്യം പറയണ്ടേ, നിങ്ങൾ ഇതിന് ബീഹാറിൽ വരണം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? അത് തന്നെയല്ല, ആ പറഞ്ഞ എല്ലാം ശരിയാണെന്ന് കോൺഗ്രസിൻ്റെ ഒരു സിൽബന്തി. KC വേണുഗോപാൽ ബീഹാർ ഇലക്ഷൻ കത്തിത്തിരിയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ കളിക്കുകയാണ്. ഇപ്പൊ കണ്ട ഒരാള് അഭിവർക്കി രാജ്യസഭ വിടാൻ പോകുന്നു, മറ്റേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി. അപ്പൊ അഭിവർക്കിക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്തെല്ലാം ബഹളം ഉണ്ടാക്കുന്നത്. എടോ രമേശ് 40% ഇവിടെ കാക്കന്മാർ കേരളത്തിൽ. നിങ്ങൾ അവരിൽ ആരാളാക്കി നിങ്ങൾ ശ്രമിക്കണല്ലോ, പഠിച്ചടി കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒവൈസി വരരുത്. എന്താൻ്റെ കാരണം വെച്ചാൽ മനഃശാസ്ത്രമായിട്ട് വിലയിരുത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കും. ലാലുവിൻ്റെ മനഃശാസ്ത്രം ഈ രാഹുലിൻ്റെ മനഃശാസ്ത്രമൊന്നുമില്ല, രാഹുലിൻ്റെ ഗ്യാങ്ങിൻ്റെ മനഃശാസ്ത്രം. ഉവൈസി ബീഹാറിലോ UP-യിലോ ഡൽഹിയിലൊക്കെ ഒന്ന് മത്സരിച്ച് വേരോടി അവിടെ ഭരണത്തിൽ ഭാഗവാക്കായാൽ പിന്നെ ഈ മുസ്ലിങ്ങളെ പറ്റിച്ച് കൂടെ നിർത്തി വോട്ട് ബാങ്ക് വാങ്ങിക്കുന്ന ഈ നെറുകെട്ട മക്കൾ ലാലുവിനും കോൺഗ്രസിൻ്റെ ആൾക്കാർക്കുണ്ടല്ലോ ആ ചാൻസ് പോവും. അതുകൊണ്ടാണ് ആക്കാത്തത്. എന്ന് വെച്ചാൽ അവർക്ക് ആത്മാർത്ഥയില്ല, സത്യസന്ധയില്ല, കാര്യശേഷിയില്ല. പക്ഷെ ജയപ്രകാശ് നാരായണ 3 ഉണ്ടായത്: സത്യസന്ധ ഉണ്ടായത്, കാര്യശേഷി ഉണ്ടായത്, ആത്മാർത്ഥ ഉണ്ടായത്. എന്താണ് ആത്മാർത്ഥ? കോൺഗ്രസ് താഴെ ഇറക്കണം, അതിന് കാര്യശേഷിയോട് പ്രവർത്തിച്ച് സത്യസന്ധനായി ആത്മാർത്ഥ ഉണ്ടായി. ഇത് 3 ഈ ഇന്ത്യ നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കില്ല. ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, രാഹുലിന് ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ BJP എങ്ങനെ ഭരണം കിട്ടിയിടൂ? ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവിടെ തെന്നി നിന്നാൽ വോട്ട് ഭിന്നിച്ചു പോകുന്ന ഏത് കുഞ്ഞിനറിയാൻ പാടില്ലാത്ത, ഏത് കുഞ്ഞറിയാൻ പാടുള്ളത്? എന്നിട്ട് ഈ കോൺഗ്രസ് അതിന് സപ്പോർട്ട് ഒന്നോ അല്ല ആം ആദ്മി പാർട്ടി കൂട്ടിയൊന്നോ? ഇപ്പോഴും ഹരിയാനയിൽ നടന്നുപോലെ അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശ് നടന്നുപോലെ, ജാർഖണ്ഡിൽ നടന്നുപോലെ BJP അധികാരത്തിൽ കയറ്റ ഇതാണ് ഒരു ലക്ഷ്യം. ഈ കോൺഗ്രസ് നയിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു കോക്കസ് ഉണ്ട്. അതായത് അമേരിക്കൻ ചാരസംഘടന CAക്ക് മുഖമില്ല, പക്ഷേ ഇത്തിൽക്കണി പോലെ എല്ലാ കൂടെ നിൽക്കുക, എല്ലാ സംഘടനയിലൂടെ അവരാളുണ്ട്. എവിടെ നോക്കിയാൽ ഒരാൾ, ഇസ്രായേലിലെ ആളുണ്ട്. അതുപോലെയാണ് BJP നയിക്കുന്ന RSS അല്ലെങ്കിൽ RS നയിക്കുന്ന BJPക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ. നമ്മുടെ ഹൈക്കോടതി നോക്കുക, ഹൈക്കോടതിയിൽ ഓരോ വലിയ കോടീശ്വരന്മാരെ ബിസിനസ്സുകൾക്കും വാദിക്കാൻ വേണ്ടി അവർ നോമിനേറ്റ് കോടികൾ കൊടുത്ത് ജഡ്ജിമാരെ വെച്ചിട്ടുണ്ട്. പേര് ചെയ്ത് പറയാം, ഞാൻ തെറ്റാന്ന് പറഞ്ഞില്ല. കാരണം അവർക്ക് ഒരു കാര്യം, അവരെ കുറിച്ച് ഫയൽ വരുമ്പോൾ അവരെ ആളുണ്ടാവണം. അല്ല വക്കീലെ ഏൽപ്പിച്ച കാര്യമുണ്ടോ? വക്കീല് വാദിക്കാൻ പറ്റുള്ളൂ, തീരുമാനമെടുക്കുന്ന ജഡ്ജിയല്ലേ, വ്യത്യാസമല്ലേ? വക്കീലിന് അനുകൂലമായിട്ട് വാദിക്കാം, പക്ഷെ തീരുമാനമെടുക്കുന്ന ജഡ്ജിയാണ്. അപ്പോൾ ജഡ്ജി ഉണ്ട് ഓരോരുത്തരും ഇതറിയാം. അതുപോലെ സംഘപരിവാർ നയിക്കുന്ന BJPക്ക് കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ നോമിനേറ്റ് കൊച്ചി, ഇവൻ കേരളത്തിൽ പോലും എത്ര BJP ചാരന്മാർ കോൺഗ്രസ് ഉണ്ടെന്നറിയോ, അല്ലെങ്കിൽ UDF ഓരോ പാർട്ടിയുണ്ടെന്നറിയോ, LDF ഓരോ പാർട്ടിയുണ്ടെന്നറിയോ? വളരെ വ്യക്തമായിട്ടിരിക്കുക. ഞാൻ ഉദാഹരണം നിങ്ങൾ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തരും എല്ലാം ഉണ്ട്. അവരെല്ലാം വാസം നിൽക്കുന്നത് BJPക്ക് വേണ്ടിയാണ്, സംഘപരിവാറിന് വേണ്ടിയാണ്. ഇവന് കൊച്ചു പാർട്ടിയുണ്ട്, ഒരു 3 ലക്ഷത്തിൽ ഒരു ഇടതുപക്ഷ പാർട്ടി പേര് മതി, അതിലുണ്ട് BJPയുടെ ചാരൻ അല്ലെങ്കിൽ സംഘപരിവാർ ചാരൻ. അതിന് ഉന്നത സ്ഥാനമാണ് അവർക്കൊക്കെ. നിസ്സാരക്കാലം അവർ പറയുന്നത് തീരുമാനിക്കുക, ഇന്നുപോലെ ചെയ്താൽ അത് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ പാർട്ടിയുടെ നല്ല ആളാണ്, പക്ഷെ അവർ ചാരനാണ്, അതുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്തവണ ബീഹാർ കളേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ
എന്തുകൊണ്ടാണ് BJP ഭരണം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവർ താഴെ ഇറക്കാണ്ട് നിങ്ങളുടെ ആവശ്യമാണല്ലോ, ജനങ്ങളുടെ ആവശ്യമാണല്ലോ, അതിനു വേണ്ടി നിങ്ങൾ കരുക്കൾ നിൽക്കാത്തത്. നിങ്ങൾ നിൽക്കുന്ന കരുക്കൾ അതിനു വേണ്ടിയില്ല, BJP തോൽക്കുകയല്ല. പണം ഇപ്പം ബീഹാർ ഇലക്ഷനിൽ കോടികൾ വാങ്ങിക്കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കോടികൾ BJP രഹസ്യമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് അതിന് ഇപ്പോൾ നടക്കുന്നത്, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ വധേര, റോബർട്ട് വധേരയില്ലേ, ഒന്നുമില്ലാതെ വേറെ ഒരു പിച്ചളപ്പാത്രക്കട നടത്തി കൊടുത്ത ഒരാൾ ഇന്ന് എത്ര 1000 കോടിയുടെ ഉടമ എങ്ങനെ ആയിടും? റോബർട്ട് വധേരയും അച്ഛനും കൂടി ഒരു ഡൽഹിയിൽ ഒരു പിച്ചളപ്പാത്രം, ചിലപ്പോൾ ഈ ബസ്സിൽ വിൽക്കുന്ന പാത്രം എടുത്തുകൊണ്ടാണ്. ആ റോബർട്ട് വധേര ഇന്ന് BJP സംഭവം എടുത്താൽ എന്നാൽ 300 കോടി 30 കോടിയായിട്ട് സംഭവം എടുത്ത് BJPക്ക് ഈ 1000 കോടിയുടെ സ്വത്തിന് ഉടമ എങ്ങനെയായി? ആ വധേരയാണ് കർണാടക മുഖേന കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, 10% പോലും ഇല്ലാത്ത ഒരു വിഭാഗത്തിന് KPCCയുടെ പ്രസിഡന്റ് കൊടുത്ത് ഒരു മനുഷ്യൻ അറിയുമോ? ആ മനുഷ്യൻ 10 വോട്ട് കിട്ടുമോ? ഒരാളറിയോ KPCCയുടെ പ്രസിഡന്റ് കൊടുത്തല്ലോ? അന്തസ്സായിട്ട് ഈ കള്ളന്മാർ യൂത്ത് കോൺഗ്രസ്, അതിപ്പോൾ ജോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ജാതി കൃത്യം അറിയില്ല. പിന്നെ അലൂഷ്യസ് ഏതാണ് KSUവിൻ്റെ 10% ഉള്ളു. തന്നെയല്ല, ഞാനൊരു കാര്യം പറയാം, ക്രിസ്ത്യൻ സഭയോടും ക്രിസ്ത്യൻ സമുദായത്തെ ചില ഉന്നതന്മാർ നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ ആനുകൂല്യം മുഴുവൻ പോയി നിങ്ങൾ വാങ്ങിച്ചാൽ, അച്ഛൻ പറഞ്ഞ് ഒരു തൊഴിലാളി പറഞ്ഞ് ഭാര്യയോട്, എടീ മക്കളെ പട്ടിണി കിടരുത്, അപ്പോൾ എന്ത് കിട്ടിയാൽ കൊണ്ടുവന്ന് മുഴുവൻ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ ഭക്ഷണം കിട്ടാതെ ആരോഗ്യം കൊണ്ട് പണി നിർത്തി ഇപ്പോൾ മക്കൾ പട്ടിണി. അതുപോലെ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാ ആനുകൂല്യം വാങ്ങിച്ചിട്ടാൽ നിങ്ങളും പോകും, പാർട്ടിയും പോകും. അത് കാര്യം ഉദാഹരണം കണ്ട് സോണിയാഗാന്ധിയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധി കാലത്ത്, സോണിയാഗാന്ധി കാലത്ത് 10 ഉന്നത സ്ഥാനം കൊടുത്ത് 6 പേരും ഈ കേരളത്തിലെ 2% പിന്നെ കത്തോലിക്കൽ നിന്നാണ് കൊടുത്തത്. അവിടെ ഭരണം പോയോ? കിട്ടിയോ? അന്ന് ഞാൻ ഇദ്ദേഹം പറഞ്ഞ് CP ജോണും പറഞ്ഞു, എനിക്ക് ജോണോടോ ജോണിൻ്റെ പാർട്ടിയോടോ അല്ലെങ്കിൽ ജോണിൻ്റെ സമുദായത്തോട് ഒരു ഇഷ്ടക്കുറവില്ല, എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. പക്ഷെ രാജ്യം ഭയക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ നിഷ്പക്ഷം ചിന്തിച്ച് ബുദ്ധിയും ചിന്തിക്കണം. ഇപ്പോൾ റോബർട്ട് വധേരയാണ് കേരളത്തിൽ പോലും, ഇപ്പോൾ അവർ അങ്ങനെ കൊടുത്തു, പള്ളി പറഞ്ഞ് കേട്ട്. പിന്നെ ഇപ്പോൾ അബിൻ വർക്കി, ഈടോ രമേശ്, നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി നടക്കുന്ന ആളാണല്ലോ. 27ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി മന്ത്രി ആയതല്ലേ കർണാടകയുടെ പെറ്റായിട്ട്. ഇവിടെ 50-60 വർഷം പ്രവർത്തിച്ച കോൺഗ്രസ്സുകാർ പല പഞ്ചായത്ത് മെമ്പറാകാത്തപ്പോൾ നിങ്ങൾ വാത്സല്യപുത്രൻ കർണാടകയുടെ പെറ്റായിട്ട് 27ാമത്തെ വയസ്സിൽ ഗ്രാമവികസന മന്ത്രിയായി. എടോ നിങ്ങളോട് വാക്ക് ചോദിക്കട്ടെ, നിങ്ങൾ അബി വർക്കിക്ക് വേണ്ടി വായിച്ച് കിട്ടാത്ത സങ്കടപ്പെടുന്നുണ്ടല്ലോ, ഇപ്പോൾ കാലുവായതുള്ളൂ. എടോ നിങ്ങളുടെ കൂടെ വർക്ക് 40% ഉള്ള മുസ്ലിങ്ങൾ നിങ്ങൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എത്ര പേര് രംഗത്തുണ്ട്? ഏതെങ്കിലും ഒരാൾ ഈ ആ പെണ്ണുണ്ടല്ലോ എബി മേത്ത് രാജ്യസഭയിൽ പോയിട്ട് വേറെ ആരുടെ ദേശീയ ലെവലിൽ ഈ കേരളത്തിൽ 40% മുസ്ലിങ്ങൾ വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ലീഗിനില്ലേന്ന്? ലീഗിൻ്റെ കാര്യം പറഞ്ഞ് ആകെയുള്ള മുസ്ലിങ്ങളിൽ 5-1 മാത്രമേ ലീഗിന് ആളുള്ളൂ. നിങ്ങൾ തങ്ങളെയും കണ്ടുകൊണ്ട് കുഞ്ഞാക്കാരെയും കണ്ടുകൊണ്ട് നിങ്ങൾ ലീഗ് മുസ്ലിങ്ങൾ വോട്ട് കിട്ടുകയും ചെയ്ത് ഇന്നും പറഞ്ഞിട്ട് 110 സീറ്റ് UDF കിട്ടുന്നു. അങ്ങനെ സ്വപ്നം കണ്ടിരിക്കരുത്, അത് ചന്തയിൽ താഴ്പൂലായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ രമേശ് ചോദിക്കട്ടെ, രമേശ് ഒരാൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ദേശീയ നേതൃത്വത്തിലേക്ക്? ദേശീയ ഭാരത കാലത്ത് കർണാടക കാലത്ത് എത്ര പേരുണ്ടായി? തലേക്കുന്ന് ബഷീർ, AR റഹീം, PM സയ്യിദ്, പിന്നെ കൊടുങ്ങല്ലൂർക്കാരൻ PM സീതോമ്പ്, എത്ര പേരുണ്ടായിട്ടോ മന്ത്രി ഉൾപ്പെടെ. ഇന്ന് ഒരാളുണ്ടോ കേരളത്തിൽ നിന്ന്? അന്നോട്ടാണല്ലോ ഈ ലീഗൊക്കെ. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ സമുദായത്തിന് വായിച്ചു പറയരുത്. രാജ്യം നിലനിൽക്കണം, പാർട്ടി നിലനിൽക്കണം, ഭരണം നിലനിൽക്കണമെങ്കിൽ ചില അമിക്കൽമെൻറ്റ് സെറ്റിൽമെൻറ്റ് വേണം, അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വേണം. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല മുസ്ലിങ്ങൾ വന്നുകൊണ്ട് എനിക്ക് വലിയ നേട്ടമൊന്നുമില്ല, ഞാൻ അവരെ ആശ്രയിക്കാൻ പോകുന്നില്ല. പക്ഷെ തുല്യ നീതി കിട്ടിയാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ ബീഹാറിലെ ഇലക്ഷൻ്റെ പറ്റിക്കുന്ന പോലെ കേരളം പറ്റിച്ചു പോകും, അപകടത്തിലേക്ക് പോകും. ഈ രമേശിനെ പറ്റി മണ്ടത്തെന്ന് മനസ്സിലാക്കണ്ടോ? ആകെ രമേശ് ആകെ 9% നായന്മാർ കേരളത്തിലുള്ളത്. കേൾക്ക് കണക്ക്. അതിൽ 3-1 നായന്മാർ മാത്രമാണ് NSSൽ, ബാക്കിയെല്ലാം പുറത്തെ പറ്റ വലുതില്ല. അതിൽ 3-1 മാത്രമാണ് നമ്മുടെ സുകുമാരനാർക്കുള്ളൂ. അപ്പോൾ എത്രയായിട്ട് 1:9. 9 നായരുണ്ടെങ്കിൽ 1 മാത്രമാണ് ഈ NSS സുകുമാരനാർക്കുള്ള സപ്പോർട്ടുള്ള ആളുള്ളൂ. ആ ഒരു നായർ സപ്പോർട്ടുള്ള സുകുമാരനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ, കീ പോയിന്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ തല മറിക്കുമെന്ന് ഇയാൾ വിത്യാണ്ടത്ത് പറഞ്ഞു. പാവം ഉമ്മൻചാണ്ടി പേടിച്ച് ആ പിന്തുണ കൊടുത്തു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറെ ശാഖയെന്ന് കുറെ RSSകാർ ഇവിടെ പോലീസിൽ കയറിയേക്കെന്നാണ് ഒരു രഹസ്യ റിപ്പോർട്ട്.
അദ്ദേഹം ആഭ്യന്തരമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് എത്തുമ്പോൾ ശരി എനിക്കറിയില്ല, കേൾക്കുന്നതാണ്. കാരണം പതിവിലേറെ RSS ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വന്ന് ഇപ്പോൾ 10 വർഷമല്ലേ ഉള്ളൂ, അതിനും 10 ഇല്ലല്ലോ, അത് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരു മുസ്ലിമിന് സ്ഥാനം കൊടുത്തില്ലല്ലോ എന്നോ നിങ്ങൾ ചിന്തിക്കണമല്ലോ. നിങ്ങൾക്ക് എന്നാൽ ഹരിപ്പാട് എങ്ങനെ എന്നാലും ജയിക്കും, 12,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ RSS വീട് നിങ്ങൾ വോട്ട് ചെയ്യും. പക്ഷേ 71 സീറ്റ് കിട്ടണ്ടേടോ രമേഷേ, അതിൽ ഒന്നും പോയിട്ട് 7 സ്ഥലത്തും ജയിക്കണ്ടേ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് നിന്നാൽ ജയിക്കും, കാരണം അദ്ദേഹം RS വോട്ട് ചെയ്യും. അവർക്ക് അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹത്തെ ഏറ്റവും വലിയ അളിയനാണ്, ഏറ്റവും വലിയ RS നേതാവ് ട്രിവാൻഡ്രത്ത്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. മടപ്പുറത്ത് കൊടിക്കുന്ന് സുരേഷ് കളി കളിക്കുന്നുണ്ട്, അവർക്ക് ജയിച്ചാൽ മതിയോ? അങ്ങനെ 4-5 പേരിന് ഇപ്പോൾ ജയിച്ചാൽ മതിയോ? 71 പേര് ജയിക്കണ്ടേ? ഈ 70 പേര് ജയിപ്പിക്കാൻ RS കൂടി സാധിക്കുമോ കേരളത്തിൽ? ഉണ്ടോടോ രമേഷ്? അപ്പം നിങ്ങൾ കുളം കളിക്കുവാതെ പരന്നു കൊടുക്കരുത്. ഞങ്ങൾ ഇത്രയ്ക്ക് തുറന്ന് പറയാൻ കാരണം സത്യം ജനങ്ങൾ അറിയുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. ഞാൻ സാപ്പിയോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും ഉള്ളിലിരിപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഈ കാര്യങ്ങൾ. കോൺഗ്രസ് കുറച്ചൊരു കാര്യം മനസ്സിലാക്കണം. ഈ 40% മുസ്ലിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ഇത് കൊടുക്കാത്തത്? പിന്നെ ഒരാൾ പറഞ്ഞു 33-35 MLA-മാരുണ്ട്, 5-6 MP-മാരുണ്ട്. എന്നിട്ടും കൊച്ചിയിലെ ആ പള്ളിയിലെ സ്കൂൾ പ്രശ്നം വന്നപ്പോഴേ ഈ ക്രിസ്ത്യാനികൾ ആരും മിണ്ടിയില്ലാന്ന്. അപ്പോൾ 35 MLA-മാരുണ്ട്, 8% ആകെ 10% ഉള്ളൂ. ബാക്കി 5% ദളിത് ക്രിസ്ത്യാനി അവരത് അംഗീകരിക്കാൻ പറ്റിയ കുട്ടികളില്ല, അവർക്ക് അപ്പുറത്തോ ഇപ്പുറത്തല്ല. ഈ 10% ഉള്ളടത്ത് 35 MLA-മാരുന്ന് അവരിന് 10 കണക്കാ, ഞാൻ പറഞ്ഞല്ല. അതിൽ 40% മുസ്ലിങ്ങൾ എത്രയുണ്ടോ? 33 ആകെ ഉള്ളൂ. നിങ്ങൾ ലീഗിനൊക്കെ കൊടുത്തിട്ടും എന്തൊരു വ്യത്യാസം, 1:4 വന്നില്ലേ? ഇനി അത് വേണ്ട. അതായത് പറയുന്ന പോയിന്റ് ഇതാണ്, തെറ്റാലും പണികൾ. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചിരിക്കുക, അതിൽ ഒരു മാറ്റമില്ല. മറിച്ച് എല്ലാവർക്കും തുല്യ നീതിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അവസരം കിട്ടും, ഒരു തടസ്സമില്ല. അല്ല ഉപേക്ഷിച്ച് വരുമ്പോൾ നിങ്ങൾ ചേർക്കില്ല, ആ തന്തയെല്ലാം മടി മേടിക്കണ്ട. അല്ലെങ്കിൽ ആസാമിലൊരു കാക്ക പാർട്ടിയുടെ അവർ ചേർക്കില്ല, അത് വേണ്ട. ഇടൂ സംഘപരിവാർ അനുകൂലികളെ ഹിന്ദുക്കൾ അവർക്ക് മാത്രമേ വോട്ടിയുള്ളൂ. അല്ലാത്ത ഹിന്ദുക്കൾ, കോൺഗ്രസ് ഹിന്ദുക്കളൊക്കെ പാർട്ടി നോക്കല്ല, ആള് നോക്കല്ല, പാർട്ടി വോട്ട് ചെയ്യും. ഇവിടെ പറയുന്നല്ലോ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ, ഈ സംഘപരിവാർ പറഞ്ഞ എല്ലാ ഹിന്ദുക്കളായിട്ട് കാണുന്നത്. അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കണം. ജിഹാദികളുടെ മുസ്ലിങ്ങൾ മുഴുവൻ ജിഹാദികളല്ലെന്നും ജിഹാദികൾ പദ്ധതിക്ക് വേണ്ടി വാദിക്കുന്ന മുസ്ലിങ്ങളല്ലെന്നും ഒക്കെ പറയണം. അങ്ങനെ പറയുന്നുണ്ടോ? ഉപേക്ഷിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചേർക്കുന്നില്ല? വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ, അയാൾക്ക് മത്സരിക്കാൻ പാടില്ല. രജിസ്റ്റർ പാർട്ടിക്ക് ഇലക്ഷൻ മത്സരിക്കണ്ടേ? ഇപ്പോൾ BJP പറയുകയാണ്, BJP കേരളത്തിൽ ഒന്ന് മത്സരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അത് തന്തയില്ലായ്മയല്ലേ? കോൺഗ്രസ് പറഞ്ഞാൽ ആര് പറഞ്ഞാലും. അതുപോലെ ഇപ്പോൾ ലാലുവിൻ്റെ മോനും മറ്റേ കോൺഗ്രസ് ഹിൽബന്തി പറഞ്ഞത് തന്തയില്ലായ്മയോട് പറഞ്ഞത്. ഇപ്പം കാണാൻ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര മൂന്നാം മുന്നണി രൂപീകരിക്കുകയാണ്. മറ്റേ ആളാണെങ്കിൽ അയാൾ മത്സരിക്കണം, പിന്നോക്ക് നിൽക്കണം, അയാൾ ആർക്ക് സപ്പോർട്ട് അറിയാൻ പറ്റില്ല, കലയ്ക്ക് കളയത്. അപ്പോൾ ഒരു കാരണവശാലും BJP താഴെ ഇറക്കാനുള്ള ഒരു ആഗ്രഹവും ഒരു ശ്രമവും ഇന്ന് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഇല്ലെന്ന് പരസ്യമായിട്ട് നമ്മൾ പറയണം. ഞങ്ങൾ പറയണം, ഒരു കുഴപ്പക്കാരത്തില്ല, ആത്മാർത്ഥയില്ലത്. കാശ് കിട്ടിയ പരിപാടി. അല്ലെങ്കിൽ ആസാമിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും മറ്റേ കോൺഗ്രസും വേറെ നിന്നാൽ അവിടെ ഗുണം കിട്ടുന്നത് BJPക്ക് ആർക്കറിയാൻ പാടില്ലാത്തത്. എന്നിട്ട് നിങ്ങൾ ഞെളിഞ്ഞ് ഈ KC വേണുഗോപാൽ ഇപ്പം ഞെളിഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ, ഡൽഹിയിൽ ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട്. അങ്ങനെ സ്വാർത്ഥതാല്പര്യം ഞങ്ങൾക്ക് മാത്രം. കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ എല്ലാവർക്കും 8-10 പ്രാവശ്യം MLA ആയവർക്ക് ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് ആകണം. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ് ഞാൻ ദളിതനാണ്, ഇനി KPCC പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തരുന്നില്ല? ഇതൊന്നും അവകാശമാണോ ദളിതുകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം? പട്ടയം കിട്ടിയല്ലോ, അങ്ങനെയല്ലോ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. സാഹചര്യങ്ങൾക്ക് അത്ത് വന്നാൽ ദളിത് മുഖ്യമന്ത്രി ആകാതെ അത്രയൊന്നുമില്ല. അപ്പം ഇതുപോലെ നെറികെട്ട് പണി ചെയ്താൽ കോൺഗ്രസ് ആയാലും കൊള്ള, കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ള, BJP ആരായാലും കൊള്ള, നെറികെട്ട പണി, ന്യായീകരമില്ലാത്ത പണി ചെയ്യരുത്. ചെയ്താൽ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.